നല്ല മഴ, നല്ല അടിപൊളി വെതർ. നമ്മളിനി ചിക്കൻ നിർമ്മാണം ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ ഇതാ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ എവിടെ? ഫിനിഷാട്ടൻ ഇവിടുന്ന് ചിക്കൻ കൊണ്ട് നിർമ്മാണം കൊണ്ട് ഐറ്റംസ് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ചിക്കൻ ഉപ്പിടാൻ പോകുന്നുണ്ട്. ഫിനിഷാട്ടാ ഉപ്പത്തിലിടണോ? ഓരട്ടോളം പോയി. മെയിൻ ഷെഫ് ഇടുന്നില്ലേ അല്ലേ? അതെ, നമ്മളെ ബിനീഷാട്ടനാണ് നമ്മളെ മെയിൻ ഷെഫ്. ഹായ്. പിന്നല്ല, ചെക്കൻ അച്ചുവായി വരുന്നുണ്ട്. ഇങ്ങനെ ചെത്തി വരുന്ന അബിയാണെങ്കിൽ ഇടുന്ന്, അബിയല്ല അച്ചുബായ് ഇടുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ അരിയുന്നുണ്ട്. ഒരു വർഷം എടുക്കട്ടെ ടേസ്റ്റ് ഒക്കെ. ഏതാ മധുരവും കിടിലോ, നല്ല മധുരമുണ്ട്. നോക്കുന്നത് എടുത്ത് തിന്നോ വേണമെങ്കിൽ. ചെക്കൻ്റെ സ്നേഹം. നാടൻ വെള്ളമൊന്നല്ല, ചൊർക്ക 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 ചൊർക്കല്ല പോണോ ഇതത്? വിനാഗിരി വിനാഗിരി ഉപ്പോ? വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് ഇത് സെറ്റാക്കാൻ വെക്കണോ? എത്ര സമയം വെക്കണോ? 5 മിനിറ്റ് നമ്മളെ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആവും. ബാക്കി സാധനമെല്ലാം മേടിച്ചിട്ട് ആളെത്തിയോ? പുറത്ത് നല്ല ഗംഭീര മഴയാണ്. ഏഴാണോ പോയിനി? പച്ചവെള്ളം മേടിച്ചാ? ഇല്ല, ഇനി പച്ചമുളക് ഇടി കിട്ടാനില്ലല്ലോ. പച്ചമുളക് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ കാണുന്നില്ല. വരുന്നുണ്ടാ? പച്ചമുളക് മേടിച്ചിട്ട് ഇനി ഗണേശൻ വരണത്ര. പാട്രിയോട്ടുണ്ട്. നല്ല സിനിമയല്ല, ബേഡ് സിനിമ. പാട്രിയോട്ട് പച്ചമുളകിനായിട്ടുള്ള കാത്തിരിപ്പ് എത്ര നേരായി? അരമണിക്കൂറായി. പച്ചമുളകിന് കാത്തിരിച്ച് ക്ഷീണായി പോയി. എന്നാ പരിപാടി ഫുഡാക്കാണ്ട് എല്ലാം ഇരുന്ന് റീലോ എന്തെല്ലോ കാണലാം. ബിനീഷാട്ടൻ ഒറ്റക്ക് കഷ്ടപ്പെടുന്നുണ്ട്. തിന്നാ മാത്രം എല്ലാവരെ കൊണ്ട് പറ്റും അല്ലേ? തിന്നാ മാത്രമേ പറ്റും. പച്ചമുളക് ഉണ്ടാക്കിയിട്ട് ആളെത്തിയിട്ടുണ്ട്. പച്ചമുളകും തേങ്ങാപ്പാലും. എടാ മഴ കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി കേട്ടാ. മട്ടന്നൂരിന്നല്ലേ വരുന്നത്? 2 കിലോമീറ്റർ അല്ലേ ഉള്ളടുത്തേക്ക്. കൊടുത്തു നഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇത് ഡിസൈൻ അല്ലേ? തേങ്ങാപ്പാൽ എത്തിയിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് വെച്ചാ
നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ബിനീഷാടെ ചിക്കനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് അടുത്ത് വെച്ച് ബ്ലോഗ് കഴിഞ്ഞില്ല അതിന്റെ ഫുൾ ബ്ലോക്ക് എടുക്കണ്ടേ ബിനീഷാടിനെ വൈറലാക്കണ്ടേ നമുക്ക് മസാല ഒന്നും ഇടാണ്ടല്ലേ ഒപ്പിച്ചേ ആ ചൊറുക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉപ്പു അച്ചോ വാടാ വാടാ പരിപാടി ഉണ്ട് നീ വാ ആ പുരുഷിത ഇല മുറിക്കാൻ പോയിട്ടുണ്ട് വലിയ ഇല മുറിക്കി പൊരിച്ചടിക്കണ്ടേ അടുത്ത പരിപാടി നമ്മളെ ഇല വാട്ടലാണ് ഇല വാടുന്നില്ലാന്ന് തോന്നുന്നു മസാല മുക്കിയ ചിക്കൻ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് ഷെഫ് പിള്ളയുടെ നിർവ്വാണിയല്ല ഇത് ഷെഫ് ബിനീഷിന്റെ നിർവ്വാണം ബിനീഷ് പിള്ളയുടെ നിർവ്വാണം നിർവ്വാണയുടെ മെയിൻ ഐറ്റം തേങ്ങാപ്പാൽ അരിയടാ നെയ്ച്ചോറൊക്കെ ഈ വീഡിയോ ഇതിന്റെ പാട്ടിൽ ഇതാ അളക്കണം കൊട്ടറും പൊരിച്ചവും കൂടി അടുത്ത പരിപാടി നെയ്ച്ചോറിനുള്ള പരിപാടി നോക്കണം എത്ര അപ്പം അരിയുണ്ടേ ഒരു അപ്പം മതിയാ ഇങ്ങനെ ഞാൻ പിന്നെ അളക്കണേ കുറച്ച് സാധനം വേണം നിൽക്കാൻ വേണ്ടിട്ട് MDM എന്നല്ലേ ഇതെല്ലാം വെറുതെ പറയുന്നേ സാധനം കാണിച്ചു തരുമോ ഫൈറ്റിലേക്ക് മാറി കുരിശു തന്നെ വേണം മോനെ അരിയെല്ലാം കഴിക്കേ ഞാൻ കഴിയാല് ഇത് വൃത്തിയാവില്ലടാ ഈ ഉള്ളോണ്ട് അരിനെ വേദനിപ്പിക്കാണ്ട് കഴിയാൻ എനിക്കാവും നേരത്തെ ചെമ്മീൻ നിർവ്വാണന്റെ ടേസ്റ്റ് ഒക്കെ കൊടുത്തേക്കാണ് ടേസ്റ്റ് എന്തുണ്ട് സാധനം പറ പോല ഓടുന്ന നെയ്ച്ചോന്നുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചിക്കൻ നിർവ്വാണം റെഡിയായി നെയ്ച്ചോ എനിക്ക് ഡയറ്റ് കണ്ട് എനിക്ക് ചപ്പാത്തി അങ്ങനെ ചെയ്യാൻ പറ്റുക ഫുഡ് എത്തിയേ പിന്നെ വീഡിയോ എടുക്കേണ്ട മൂടെല്ലാം പോയി പിന്നെ ഇതെങ്ങനെ കാത്താക്കണ്ടേ പ്രാളായിപ്പോയി വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഫുൾ വീഡിയോ എടുത്തിട്ടില്ല
അങ്ങനെ ഫുഡെല്ലാം ആക്കി നമ്മളെല്ലാവരും കൂടി ഒരു ഇലയിലിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ നിർവാണ, ഈ ചിക്കൻ നിർവാണ എന്ന് പറഞ്ഞ സാധനം, നിർവാണ തന്നെ ആദ്യമായിട്ട് കഴിക്കുന്നത്. നേരത്തെ ബിനീഷേട്ടൻ ഒരു ചെമ്മീൻ നിർവാണ ഉണ്ടാക്കിയായിരുന്നു. അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഇതും കൂടി ആക്കി തരുമോ എന്നവരോട് ചോദിച്ചത്. നമ്മൾ പോയി ചിക്കൻ മേടിച്ചിട്ട് ബിനീഷേട്ടൻ ആക്കി തന്നെ. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ രുചി ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വരെ എൻ്റെ നാവിലിങ്ങനെ വരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി നല്ല ബേഷായിട്ട് ഭക്ഷണം കഴിച്ചു. സലാഡും അത് ഞാൻ കഴിയോണ്ട് ഇപ്പൊ നീ തിന്നുന്നു. എന്ത് ഇനി ഇതെല്ലാം ക്ലീൻ ആക്കേണ്ട പണി പുരുഷൂല്ലേ. സന്തോഷം. നമ്മളെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, ഇന്നത്തെ ഡേ കഴിഞ്ഞ്. ഗണേശ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫ്രം അശ്വന്ത് ബ്ലോഗർ.